നമസ്കാരം, ട്രാവലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിൽ ഓടിച്ച് നോക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന വണ്ടി ഒരു മീറ്റിയോർ 350 ആണ്, റോയൽ എൻഫീൽഡിൻ്റെ. ഇതിപ്പോൾ ഇവിടെ വന്നിട്ട് 2-3 വർഷത്തെ കൂടുതലായി. നമ്മൾക്ക് ഇത് ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. അപ്പം ഇതിൻ്റെ പെട്ടെന്ന് നമുക്ക് നോക്കുമ്പോൾ തന്നെ കുറച്ച് ചെറിയ ബൈക്കായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഇത് തീരെ ചെറിയ ബൈക്കൊന്നുമല്ല. അങ്ങനെ ചെറിയ ബൈക്കായിട്ട് തോന്നാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ പൊസിഷൻ കുറച്ച് താത്താണ് അവർ വെച്ചിരിക്കുന്നത്. ഹണ്ടറിൻ്റെ ആ ഒരു ഇത് കഴിഞ്ഞിട്ടാണ് ഹണ്ടർ വന്നത്. പക്ഷേ ഹണ്ടറിനും ഏകദേശം ആ ഹെഡ്ലൈറ്റിൻ്റെ പൊസിഷൻ കുറച്ച് താത്താണ് വെച്ചിരിക്കുന്നത്. ബാക്കി നോക്കിക്കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം വലിയൊരു വണ്ടി തന്നെയാണ്. പക്ഷേ ഒരു ക്രൂയിസർ ഗണത്തിൽ പെടുത്താമെന്നുള്ളതുകൊണ്ട് അതുപോലെ തന്നെയാണ് വണ്ടി ഇറക്കിയിരിക്കുന്നത്. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മുമ്പിൽ വരുന്ന വീൽ സൈസ് എന്ന് പറയുന്നത് 19 ഇഞ്ച് വീൽ സൈസാണ്. ഫ്രണ്ടിൽ വരുന്ന ബ്രേക്ക് ഡിസ്ക് എന്ന് പറയുന്നത് 300 mm ബ്രേക്ക് ഡിസ്ക്കാണ് വരുന്നത്. ഒപ്പം സസ്പെൻഷൻ ട്രാവൽ വരുന്നത് 130 mm 41 ഡയമീറ്റർ ഫോർക്ക് ട്യൂബുമാണ് വരുന്നത്. പുറകോട്ട് വന്നു കഴിഞ്ഞാൽ ടാങ്കിനുണ്ട്, അതൊരു ക്രൂയിസർ മോഡലിലേക്കാക്കി അവർ ഇവിടെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒപ്പം നമ്മൾ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബ്രേക്ക് പെഡലിൻ്റെ പൊസിഷനും അതുപോലെ തന്നെയാണ് നമ്മുടെ ക്രൂയിസർ ബൈക്കുകളിൽ ചവിട്ടുന്ന മാതിരിയാണ്. നേരത്തെ ഉള്ള വണ്ടികളിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് പുതിയ ഇറങ്ങുന്ന റോയൽ എൻഫീൽഡില്ല, പഴയ ഇറങ്ങുന്ന റോയൽ എൻഫീൽഡ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ബ്രേക്ക് ലിവറിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് അടിയിൽ നിന്നാണ് ഇങ്ങനെ വരുന്നത്. പക്ഷേ ഇത് അതിൻ്റെ അകത്ത് മാറ്റിയിട്ടുണ്ട്. കാരണം നമുക്ക് കോർണർ ചെയ്യുമ്പോഴൊന്നും അടി ഇടിക്കുകയോ കാര്യങ്ങളോ ഒന്നും പെട്ടെന്ന് അതിനകത്ത് ചെയ്യത്തില്ല. പുറകോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു അത്യാവശ്യം വീതിയുള്ള ഒരു സ്വിങ്ങാമാണ് നമുക്ക് ഇതിൻ്റെ അകത്തുള്ളത്. ഒപ്പം പുറകിൽ വരുന്ന ബ്രേക്ക് ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 270 mm ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ക്രൂസർ ബൈക്കുകളിൽ സാധാരണ കാണപ്പെടുന്ന പോലെയുള്ള ഒരു പുറകിലുള്ള ഒരു ഡബിൾ ഷോക്ക് അബ്സോർബേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ടെയിൽ ലാമ്പും അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സും എന്നൊക്കെ പറയുന്നത് ഒരു വിൻറ്റേജ് പ്ലസ് മോഡേൺ സ്റ്റൈൽ മിക്സിംഗ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ സീറ്റ് എന്ന് പറയുന്നത് റൈഡിങ് സീറ്റ് വലിയൊരു സീറ്റാണ്. പുറകിരിക്കുന്ന പില്ലിംഗ് സീറ്റ് അത്രയ്ക്കും വലിയൊരു സീറ്റല്ല. പിന്നെ നമുക്കിതിൻ്റെ ഹാൻഡിൽ ബാറും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് നമ്മളുടെ ഭാഗത്തേക്ക്, റൈഡറിൻ്റെ ഭാഗത്തേക്ക് ലീൻ ചെയ്തിരിക്കുന്ന ടൈപ്പിലാണ് ഇതിൻ്റെ ഹാൻഡിൽ ബാർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് ഹെഡ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ ടൈപ്പ് ഹെഡ്ലൈറ്റാണ് വരുന്നത്. ഇപ്പോൾ ഒരു റിംഗ് ടൈപ്പ് DRL വന്നിട്ടുണ്ട്. ഈ റിംഗ് ടൈപ്പ് DRL നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. കാരണം അത് പകൽ അത്രയ്ക്കും ഇപ്പോൾ കാണാൻ പറ്റത്തില്ല, പക്ഷേ എങ്കിലും ധാരാളമായിട്ട് ഈ വെട്ടം മതി. പിന്നെ നമ്മൾ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ അലോയ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കൊരു അപ്പീലിംഗ് ആയിട്ടുള്ള അലോയ് ഡിസൈൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പക്ഷേ അതിൻ്റെ പർപ്പസ് അത് നന്നായിട്ട് സെർവ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു എൻജിൻ ഗാർഡ് കൊടുത്തിട്ടുണ്ട്. ആ എൻജിൻ ഗാർഡ് നല്ലതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് തീരെ കുറവാണ്. തീരെ കുറവെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു 170 ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇതൊരു കുറച്ച് ലെങ്ത് ഉള്ള ബൈക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ചിലപ്പം വണ്ടി ഹൈ സെൻറ്റേഡ് ആവാനായിട്ടുള്ള സാധ്യതയൊക്കെയാണ്. ഈ വണ്ടിയിൽ ഒറിജിനൽ മിറേഴ്സ് മാറ്റിയിട്ട് ഈ റോയൽ എൻഫീൽഡിൻ്റെ തന്നെ ജെന്യൂൻ അക്സസറി ആയിട്ടുള്ള ഈ മിറേഴ്സ് കയറ്റിയിട്ടുണ്ട്. കാര്യം കാണുമ്പോൾ നമുക്ക് തോന്നും ഇതിന് വിസിബിലിറ്റി കുറവാണെന്ന് തോന്നുമെങ്കിലും ഓടിക്കുമ്പോൾ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു വിസിബിലിറ്റി തരാനായിട്ട് ഈ മിററുകൾക്ക് പറ്റുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എന്താ പറയുക, ഈ ബാക്ക് റെസ്റ്റ് പുറകിലിരിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു കംഫർട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. ഒരേ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറകിൽ നമ്മൾ ഒരാൾ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും കാല് വന്നിട്ട് ഇതിൻ്റെ ഇടിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അതുമാത്രം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക, വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ല. നമുക്ക് പരിചിതമായിട്ടുള്ള ഹാൻഡിൽ ബാറിൻ്റെ സ്വിച്ചസും അതുപോലെ തന്നെ ക്ലസ്റ്റർ മീറ്ററും എല്ലാം ആണിത്. എങ്കിലും നമുക്ക് വെറുതെ പെട്ടെന്ന് നോക്കാം. ലെഫ്റ്റ് സൈഡിലാണ് ഇതിൻ്റെ ഹൈ ബീം, ലോ ബീം, പാസ്. ഒപ്പം നമ്മളുടെ ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യുന്ന സ്വിച്ച് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഒപ്പം ക്ലാസിക്കൽ നമ്മൾ കാണുന്ന പോലെ തന്നെയുള്ള വലിയ ലിവേഴ്സാണുള്ളത്. അതായത് ക്ലച്ച് ലിവറും ബ്രേക്ക് ലിവറിനും വിട്ട് കൂടുതലുള്ളതാണ്. അതായത് ബ്രേക്ക് ചെയ്യാൻ പാകത്തുണ്ട്, ബ്രേക്ക് പോർഷനൊക്കെ കൊടുത്തിട്ടുമുണ്ട്. പിന്നെ റൈറ്റ് ഹാൻഡ് സൈഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണാണ് കൊടുത്തിരിക്കുന്നത്. ഒപ്പം അതേപോലെ തന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ക്ലസ്റ്റർ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ അകത്തുള്ളത് എന്തൊക്കെയാണെന്നുള്ള കാര്യം ഇതിനകത്ത് കാണിക്കുന്ന ലോ ഫ്യൂവൽ വാണിംഗ് ലാമ്പ്, ബാറ്ററി വാണിംഗ് ലാമ്പ്, ABS, ന്യൂട്രൽ, മാൽ ഫംഗ്ഷൻ ഇൻഡിക്കേറ്റർ ലാമ്പ്. നോർമലായിട്ടുള്ളൊരു ക്ലസ്റ്റർ തന്നെയാണ് ഇപ്പോൾ ഇതൊക്കെ സ്റ്റാൻഡേർഡായിട്ട് എല്ലാ വണ്ടിക്കകത്തും വരുന്നുണ്ട്. ഒപ്പം ഇതിനകത്തൊരു ബാർ ടൈപ്പ് ഫ്യൂവൽ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. പിന്നെ ട്രിപ്പ് ഫിലാണ് ഇപ്പോൾ വണ്ടി കിടക്കുന്നത്. പിന്നെ ഉള്ളത് ഓഡോമീറ്റർ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ട്രിപ്പ് A ഉണ്ട്, ട്രിപ്പ് B ഉണ്ട്, ഈക്കോ മോഡുണ്ട്. പിന്നെ ഗിയർ സെലക്ടർ കാണിക്കുന്നുണ്ട്. അതായത് നോർമലായിട്ടുള്ള ഒരു അനലോഗ് പ്ലസ് ഡിജിറ്റൽ മീറ്ററാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഈ ചെറിയൊരു മീറ്ററിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വണ്ടിയെ കയറി ഇരുന്നിട്ട് വണ്ടിയുടെ സീറ്റിംഗ് പൊസിഷനും അപ്പോൾ അതുപോലെ തന്നെ ഓടിച്ച് നോക്കുമ്പോൾ നമുക്കുള്ള ഫീലിങ്ങും വണ്ടിയുടെ പവർ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഈ വക കാര്യങ്ങളുടെ പെട്ടെന്ന് നോക്കാം.
നമുക്ക് ഓടിച്ച് നോക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഞാൻ ഈ വണ്ടിയിൽ കയറി ഇരുന്നു. അപ്പോൾ ഇരിക്കുമ്പോൾ എൻ്റെ 765 ഇതിൻ്റെ സാഡിൽ ഹൈറ്റ് എന്ന് പറയുന്നത്. സോ വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് ഇരിക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങളിലൊന്ന്. പിന്നെ ഹാൻഡിൽ റീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മളിത്തിരി പുറകിലും ഹാൻഡിൽ ഇത്തിരി ഫ്രണ്ടിലുമായിട്ടാണ്. അപ്പം പക്ഷേ നമുക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിലല്ല അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഇവിടുത്തെ ഈ ഹാൻഡിൽ പിടിപ്പിച്ചിരിക്കുന്ന ക്ലാമ്പിൻ്റെ പൊസിഷൻ നമുക്ക് നേരെയാക്കി അതവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട്. പിന്നെയുള്ള എനിക്ക് തോന്നിയ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റർ കുറച്ച് താഴെ ആയതുകൊണ്ട് നല്ല ബ്രൈറ്റ്നസ് ഉള്ള സമയത്ത് സണ്ണി ഡേയിൽ ഓടിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് റീഡിങ്ങുകൾ കാണാനായിട്ട് നമ്മൾ ഇങ്ങനെ കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ വേണ്ടി മാത്രമേ അതേ ഉള്ളൂ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ആ തമ്പ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നല്ല തമ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റാർട്ടിംഗ് എല്ലാം നല്ല സ്മൂത്താണ്. ജെ-സീരീസ് എഞ്ചിനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു 20 bhp അടുത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ്. പിന്നെ ടോർക്ക് എന്ന് പറയുന്ന ഒരു 27 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ അത് നല്ലൊരു ഗുഡ് ഫിഗേഴ്സാണ്. പിന്നെ ഒബിയസ്ലി ഇതൊരു ലോങ് സ്ട്രോക്ക് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഇതൊരു ഹൈ സ്പീഡിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നതല്ല, ഇതൊരു ക്രൂസിന് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്ന എഞ്ചിനാണ്. അപ്പം ഇതിൻ്റെ ക്ലച്ചെല്ലാം നല്ല സ്മൂത്താണ്, വൈബ്രേഷൻസോ കാര്യങ്ങളോ ഒന്നും ഒട്ടുമില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഇത് ഓടിക്കാൻ തുടങ്ങുകയാണ്. ഇപ്പം നമ്മൾ കുറച്ച് മോശമായിട്ടുള്ള വഴി കൂടിയാണ് പോകുന്നത്, കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ വഴിയിൽ നമ്മുടെ കൂട്ടത്തിലൊരു പില്ലിയും ഉണ്ട്. അപ്പം അങ്ങനെ പോകുമ്പോൾ നമുക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് മോശമായിട്ടുള്ള വഴികളിൽ ഇതങ്ങനെ എന്താ പറയുക, ഓടിക്കുമ്പോൾ നമുക്കൊരു കംഫർട്ട് ലെവലോ ഒരു കോൺഫിഡൻസ് ലെവലോ ചെറുതായിട്ട് കുറയുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് തീരെ മോശമായിട്ടുള്ള വഴികളിൽ. പക്ഷേ ഇതൊരു ക്രൂസറാണ്, അതുകൊണ്ട് തന്നെ ഇത് ഓഫ് റോഡിൽ ഇറക്കാൻ പറ്റിയൊരു സംഭവമൊന്നുമല്ല. ഗിയർ ഷിഫ്റ്റിങ് നമുക്ക് നല്ല സ്മൂത്തായിട്ടാണ് നടക്കുന്നത് കേട്ടോ. ഹമ്പ് ചാടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുക, സസ്പെൻഷൻ ആയാലും ഫ്രണ്ട് നല്ല പോലെ അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ പുറകിൽ അത്രയും നമുക്കൊരു നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ മോശമാണെന്നല്ല കേട്ടോ അതിൻ്റെ അർത്ഥം. പക്ഷേ ഫ്രണ്ടിനെ അപേക്ഷിച്ച് ഫ്രണ്ട് നല്ല പക്ക കംഫർട്ടായിട്ടാണ് വരുന്നത്. അതായത് നമ്മൾ സിംഗിളായിട്ട് ഓടിക്കുമ്പോൾ നമുക്ക് ഈ വണ്ടി വളരെ കംഫർട്ടബിളായിട്ടായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതുപോലെ ബ്രേക്കിംഗ് ആയാലും അതെല്ലാം വളരെ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്തിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹാൻഡിലിങ് കാര്യം നമ്മൾ റീച്ച് ഔട്ട് ചെയ്തിട്ടാണ് ഇത് ഹാൻഡിൽ ചെറുതായിട്ട് പിടിക്കുന്നതെങ്കിലും നല്ല രീതിയിലുള്ള ഹാൻഡ്ലിംഗ് ആണ് ഈ വണ്ടി തരുന്നത്. നമുക്കൊരു ബുദ്ധിമുട്ടും ഇത് ഉണ്ടാക്കുന്നില്ല. ഒരു സാധാ ബൈക്ക് ഓടിക്കുന്ന പോലെ തന്നെ നമുക്കിത് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നുണ്ട്. സാധാ ബൈക്ക് ഓടിക്കുന്ന പോലെ എന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇതൊരു 191 കിലോഗ്രാം ഉണ്ട്. വിത്ത് റൈഡർ ആൻഡ് ഫ്യൂവൽ ഏകദേശം 375 കിലോയാണ് ഇതിൻ്റെ വെയിറ്റ് പറയുന്നത്. പക്ഷേ ആ വെയിറ്റിലും വെയിറ്റ് പ്രൊപ്പോർഷണാലിറ്റി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഡിസൈനിൽ. അതുകൊണ്ട് തന്നെ ഇത് ഹാൻഡ്ലിങ് ചെയ്യാനായിട്ട് നമുക്ക് ഒട്ടും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നില്ല. ഇപ്പം ഞങ്ങൾ വളരെ ചെറിയൊരു വഴി കൂടെയാണ് പോകുന്നത്, ഏകദേശം ഒരു 30-35 പോകുന്നത്. പക്ഷേ 4th ഗിയറിൽ ഞാൻ വളരെ കംഫർട്ടബിളാണ്. ആ 4th ഗിയറിൽ തന്നെ എനിക്ക് കൈ കൊടുക്കുകയും ഈ വണ്ടി ഓവർടേക്ക് ചെയ്യാനായിട്ടും ഒക്കെ പറ്റുന്നുണ്ട്. ഒരു 40-45 അല്ലെന്നുണ്ടെങ്കിൽ 50 ഞാൻ ടോപ്പ് ഗിയറിൽ വളരെ അധികം കംഫർട്ടബിളായിട്ട് എനിക്ക് യാത്ര ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. റഫ് റോഡ്സ് പോലെയല്ല, നമ്മുടെ ഈ ബമ്പി റോഡ്സ് അല്ലെന്നുണ്ടെങ്കിൽ പാച്ചി റോഡ്സ് ആണെങ്കിൽ പോലും നമ്മളുടെ റൈഡ് ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സുപ്പീരിയർ റൈഡ് ക്വാളിറ്റിയാണ് ഈ മെഷീൻ തരുന്നത്. നമ്മൾ ചെറുതായിട്ടൊന്ന് സ്പീഡ് എടുത്ത് നോക്കുവാണ്. സ്പീഡ് എടുക്കുമ്പോൾ നമുക്ക് തോന്നുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേഷൻ ഉണ്ട്, വളരെ മികച്ച രീതിയിലുള്ള ഒരു ആക്സിലറേഷൻ വരുന്നുണ്ട്, വളരെ സ്മൂത്ത് ആയിട്ടുള്ളതാണ്. പക്ഷെ വളരെ ഹാർഷായിട്ടുള്ള ഒരു ആക്സിലറേഷൻ അങ്ങനെയൊന്നുമില്ല. സോ ഒരു എന്താ പറയുക, ഡെയിലി നമുക്ക് ക്രൂസ് ചെയ്ത് വളരെ കംഫർട്ടബിളായിട്ട് പോകാൻ പറ്റുന്ന ടൈപ്പിലാണ് തോന്നുന്നത് എഞ്ചിനാണ്. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിക്കും ഇതും സെയിം എഞ്ചിനാണ് ഷെയർ ചെയ്യുന്നതെങ്കിലും എനിക്ക് പേഴ്സണലി തോന്നിയത് ക്ലാസിക് ഓടിക്കുമ്പോൾ കുറച്ചും കൂടെ അതിനൊരു ആക്സിലറേഷൻ ഉണ്ടെന്നാണ് തോന്നിയത്. ഇനി അതിൻ്റെ തോന്നൽ മാത്രമാണോ എന്ന് എനിക്കറിയില്ല. സോ നമുക്കത് ഓടിച്ച് നോക്കുമ്പം ഫീൽ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 80 വരെയൊക്കെ ഇതൊരു ഈസിലി അച്ചീവബിൾ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതിന് മുകളിലേക്ക് കുറച്ച് വണ്ടി പില്ലിനെ വെച്ചിട്ട് സ്ട്രെയിൻ ചെയ്യുന്നതായിട്ട് തോന്നി. ഒരു പക്ഷേ കുറച്ചുകൂടെ ഓടി കഴിയുമ്പോഴത്തേക്ക് ഇത് മാറുമായിരിക്കും. ഇതിൻ്റെ അധികം കിലോമീറ്റർ ഓടിയിട്ടില്ല, ആകെപ്പാടെ ഒരു 3000 കിലോമീറ്റർ അടുപ്പിച്ച് മാത്രമേ ഓടിയിട്ടുള്ളൂ. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് പലർക്കും പല രീതിയിലാണ് ഇതിൻ്റെ മൈലേജ് വരുന്നത്. അതായത് 33 മുതൽ 45 വരെ കിട്ടുന്ന ആൾക്കാരുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം 2 ലക്ഷം രൂപ, 260 ആ റേഞ്ചിനാണ് ഈ വണ്ടി റോഡിൽ ഇറങ്ങുന്നത്.
സോ ആ വിലയ്ക്ക് വളരെ മികച്ച രീതിയിലുള്ള ഒരു വണ്ടി തന്നെയാണിത്. പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വണ്ടി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു കംഫർട്ടബിൾ സ്പീഡ് റേഞ്ച് എന്ന് പറയുന്നത്, കംഫർട്ടബിൾ സ്പീഡ് റേഞ്ച് എന്ന് പറഞ്ഞാൽ വണ്ടി എത്ര നല്ല സ്പീഡ് എടുക്കും അതല്ല നമ്മുടെ പ്രശ്നം. നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു 55-നും 65-നും ഇടയ്ക്കുള്ള ഒരു റേഞ്ചിലായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. വിത്തൗട്ട് പില്യൻ നമുക്കൊരു 5 കിലോമീറ്ററോടെ കൂടുതൽ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ ഇതാണ് നമ്മുടെ ടോട്ടൽ വണ്ടിയെ പറ്റിയുള്ള ഒരു ഇൻഫറൻസ്. ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇതാണ് ടോട്ടൽ നമുക്ക് വണ്ടിയെപ്പറ്റി തോന്നിയിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കിതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വ്യത്യാസങ്ങളോ സജഷൻസോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.